എൻ്റെ എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. നമ്മെ പലപ്പോഴും മഥിക്കുന്ന ഒരു സംഭവമാണ്. യേശുവും ശിഷ്യന്മാരും സീഡോനിലൂടെയും ടൈറിലൂടെയും കടന്നു പോകുമ്പോൾ സീഡോൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിൽ കുറച്ച് ദിവസം താമസിക്കുവാനിടയായി. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനിയുള്ള പ്രവർത്തനത്തിന് മുൻപ് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. യേശു ഒരു സമയത്ത് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെ കിടന്നു ഉറങ്ങുകയാണെന്ന് ഒരിക്കലും വിചാരിക്കും. പ്രത്യുത തന്റെ സ്വർഗീയ പിതാവുമായി പരിപൂർണമായ ബന്ധത്തിൽ ഏർപ്പെട്ട് അടുത്ത് എന്താണ് ചെയ്യേണ്ടെന്ന് പ്ലാൻ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ശിഷ്യന്മാർ അത് കേട്ടു. അവർ വളരെ ശ്രദ്ധയോടുകൂടി സമയം ചെലവഴിച്ചു. പക്ഷേ ആ വീട്ടുടമസ്ഥയുടെ വീട്ടുവേലക്കാരി അവളുടെ സുഹൃത്തായ ഒരു സ്ത്രീയോട്, സിറിയക്കാരിയോട് എന്ന് പറഞ്ഞു, നോക്കൂ, എന്റെ ഉടമസ്ഥയുടെ വീട്ടിൽ യേശു താമസിക്കുന്നുണ്ട്. ഈ സിറിയക്കാരി സ്ത്രീ യേശുവിനെ കുറിച്ച് ധാരാളമായി കേട്ടിട്ടുണ്ട്. അനേക പേരെ സൗഖ്യമാക്കുന്ന നല്ലവനായ സ്നേഹവാനായ ഒരു യേശുവിനെ അവൾ കേട്ടിരുന്നു. അവളുടെ പ്രശ്നം, അവളുടെ ഏകദേശം 12 വയസ്സോളമുള്ള ഒരു കൊച്ചുകുഞ്ഞ്, ഒരു മകൾ പലപ്പോഴും തലകറക്കം, ശനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുക ഒരവസ്ഥയായിരുന്നു. അന്നത്തെ കാലത്ത് ഇവർ വിചാരിച്ചിരുന്നത് ഇത് ഏതോ അശുദ്ധാത്മാക്കളുടെ പ്രേരണയാലാണ് സംഭവിക്കുന്നതെന്നാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു ശാപത്തിന്റെ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് അവൾ തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് കൊണ്ടു. യേശു ഉറങ്ങുന്ന അല്ലെങ്കിൽ യേശു റെസ്റ്റ് എടുക്കുന്ന മുറിയുടെ അടുത്തുള്ള മുറിയിൽ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ ആൽഫിയ സിരട്ടകൾ ചെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, ഞങ്ങളുടെ നാഥൻ ഉറങ്ങുകയാണ്, ഇപ്പോൾ അദ്ദേഹത്തെ കാണുവാൻ സാധിക്കുകയില്ല. അവൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല സാർ, ഞാനിവിടെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടിരുന്നോളാം, എൻ്റെ കുഞ്ഞ് അസുഖമുള്ളതാണ്. നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ലീഡർ അല്ലെങ്കിൽ യേശു എഴുന്നേൽക്കുമ്പോൾ ഞാൻ കണ്ടുകൊള്ളാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ശീമോൻ പത്രോസ് അവിടെ വന്നു. അവളോട് പറഞ്ഞു, നോക്കൂ, യേശു കുറേ അധികം ദിവസം യാത്ര ചെയ്യുകയും പലരോടും സംസാരിക്കുകയും പല പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്ത് ക്ഷീണിതനാണ്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണുവാൻ സാധിക്കുകയില്ല. പോയിട്ട് വേറൊരു ദിവസം വരൂ, ഞങ്ങൾ അത് സൗകര്യപ്പെടുത്തി തരാം. അവൾ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ യേശു പല സ്ഥലങ്ങളിലും രോഗികൾക്ക് ആശ്വാസവും സൗഖ്യവും കൊടുക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണെന്നും മനുഷ്യരോട് സ്നേഹമുള്ള ഒരുവനാണെന്നും, അതുകൊണ്ട് ഞാൻ പോകാതെ ഞാൻ ഇവിടെ ഇരുന്നോളാം. ശീമോൻ എന്ത് ചെയ്യാനൊക്കെ? പത്രോസ് വിഷണ്ണനായി മാറി. അല്പനേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ലീഹ അവിടേക്ക് വന്നു. തോമസ് വളരെ ചാതുര്യത്തോടെ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരി, യേശുവിനെ കാണാൻ ഒരു കാരണവശാലും നടക്കുകയില്ല. അവൾ പറഞ്ഞു, നിങ്ങളൊക്കെ യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറയുന്നതിനകത്ത് എന്താ ഹേ കഥ? ഒരു ആവശ്യമുള്ള അമ്മ തന്റെ മകളെയും കൊണ്ട് യേശുവിനെ കാണാൻ വരുമ്പം അവരെ ആട്ടിപ്പായിക്കുന്നവരെ നിങ്ങളെ എങ്ങനെയാ യേശുവിനെ ശിഷ്യന്മാരെന്ന് വിളിക്കാൻ ഒക്കും? ഇത് കേട്ട് വിഷണ്ണനായി തോമസും പറഞ്ഞു. അപ്പോഴാണ് അതികായനായ സൈമൺ സെലോട്ട്, എരിവുകാരനായ ശീമോൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ശീമോൻ വന്ന് നല്ല രീതിയിൽ അങ്ങ് ഇവളോട് സംസാരിച്ചു. സ്ത്രീയെ, നീ
ഗ്രീക്ക് സംസാരിക്കുന്ന ഒരു പുറജാതി സ്ത്രീയാണ്. യേശു വന്നിരിക്കുന്നത് തന്റെ സ്വഭവനത്തിലും സ്വജാതിയിലുമുള്ള കുഞ്ഞുങ്ങളെ നോക്കുവാനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇസ്രായേലുകാർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. ഓർത്തു നോക്കുക, പ്രയാസപ്പെടുന്ന ഒരു ഹൃദയം നുറുങ്ങിയ ഒരു അമ്മ തന്റെ രോഗിയായ മകളെയും കൊണ്ട് യേശുവിനെ കാണാൻ ചെല്ലുമ്പോൾ യേശുവിന്റെ ഒരു ശിഷ്യൻ പറഞ്ഞ വാക്കുകളാണ്. നിങ്ങളാണ് ആ സ്ഥാനത്ത് നിന്ന് സങ്കല്പിച്ച് നോക്കുക. തീർച്ചയായും ഒന്നുകിൽ നിങ്ങൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കരയും. പക്ഷെ ഈ അമ്മ അതിനൊന്നും തയ്യാറായില്ല. അമ്മ ശീമോൻ, എരിവുകാരനായ ശീമോനോട് പറഞ്ഞു, മഹാനായ ഗുരു, മക്കളുടെ അപ്പം തിന്ന് നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് യേശു എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കിയാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതെല്ലാം അടുത്ത ഒരു ജനാലയിൽ കൂടെ കണ്ടുകൊണ്ട് നിന്നിരുന്ന യേശു അത്തരുണത്തിൽ അവിടേക്ക് ഇറങ്ങി വരുന്നു. യേശു അവളോട് പറയുന്നു, പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ വിശ്വാസം ഞാൻ കണ്ടിരിക്കുന്നു. നിന്റെ മകൾ സൗഖ്യമാണ്. നിന്റെ മകൾ പൂർണ്ണമായും സൗഖ്യമാണ്. ഇനി ഒരിക്കലും അവൾക്ക് ഈ രോഗം വരികയില്ല. ഈ സമാധാനത്തോടുകൂടി പോവുക. ആ അമ്മയും മകളും സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് തുള്ളിച്ചാടിപ്പോയി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതല്ലേ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ഈ ലോകത്തുള്ള പല റിലീജിയനിലും നമ്മളുടെ പിതാവിലേക്ക് കടന്നു പോകണമെങ്കിൽ നമുക്ക് ഇടനിലക്കാരെ ആവശ്യമുണ്ട്. അത് ഞാൻ ആരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ വിശ്വാസം അതേപോലെ പോട്ടെ. പക്ഷേ എനിക്ക് നേരിട്ട് വിളിക്കാവുന്ന എന്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് എന്റെ അരികെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് ശിഷ്യന്മാർ വഴി പോകണം, അല്ലെങ്കിൽ വേറൊരാൾ വഴി പോകണം? ഇന്നു മുതൽ ആ സ്വർഗം സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന ആ സ്വർഗീയ പിതാവിനെ നേരിട്ട് നോക്കി വിളിക്കുക, എന്റെ അപ്പ, ഞാൻ കഷ്ടതയിലും പ്രയാസത്തിലും കൂടെ കടന്നു പോവുകയാണ്, എനിക്ക് അങ്ങ് മാത്രമാണ് ശരണം. എന്റെ വിളിപ്പുറത്ത് അവിടുന്ന് വരികയില്ലേ? ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾ അവനെ കാണും, തീർച്ചയായും നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കും. പക്ഷെ പ്രയാസവും വിഷമവും ഉണ്ടാകുമ്പോൾ മാത്രം വിളിച്ചാൽ പോരാ. എല്ലാ സമയങ്ങളിലും എല്ലാ നേരങ്ങളിലും അവനോട് സംസാരിക്കാൻ ശ്രമിക്കുക. അതൊരു ചേഞ്ച് ആകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. വലിയ ചെലവൊന്നുമുള്ള കാര്യമല്ല. ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ അടുത്ത് വരുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ ഞങ്ങളുടെ അപ്പച്ചനാകിയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അന്വേഷിക്കും. എന്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഞാൻ അങ്ങയെ വിളിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് സമീപസ്ഥനായിരിക്കണമേ. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ പ്രിയ സഹോദരൻ റെഞ്ചി മാത്യു ഇത്തരണത്തിന് വിടവാങ്ങുന്നു. ഈ ചാനൽ കാണുന്നവർ അതിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഇത് അയച്ചു കൊടുക്കുക. നമ്മളൊരു കുടുംബമാണല്ലോ. നമ്മൾ ഈ ലോകത്തിൽ നിന്നും ഒരു പടി വേറിട്ട് ചിന്തിച്ച് നമ്മുടെ അപ്പനുമായുള്ള ആ ബന്ധത്തിലേക്ക് അടുത്തു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഇനിയും വീഡിയോകൾ ഞാനിടാം, അത് കാണുക, ഷെയർ ചെയ്യുക, അതിൽ കമന്റുകൾ ഇടുക. അങ്ങനെ നമ്മുടെ പിതാവുമായി കൂടുതൽ കൂടുതൽ ഗാഢമായ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.